المؤمنون എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ 1/3 നമ്മളിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ പത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. പടച്ചവൻ അവന്റെ റഹ്മത്തിന്റെ പത്തിൽ റഹ്മത്തൊരുക്കിയ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. لا يدخل الجنة إلا برحمة من الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, പടച്ചവന്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഒരു മനുഷ്യൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാബി അമലിൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അവൻ ചെയ്ത അമൽ കൊണ്ടൊന്നും പ്രവേശിക്കുകയില്ല. ചെയ്ത നോമ്പ്, നിസ്കാരങ്ങൾ, മറ്റ് സൽക്കർമ്മങ്ങൾ, ഖുർആനുകൾ, സദഖകൾ കൊണ്ടൊന്നും ഒരു മനുഷ്യൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇല്ല സഹാബ, അവർ പ്രവേശിക്കുന്നത് അള്ളാഹുവിന്റെ കാര്യം കൊണ്ട് മാത്രമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അവർ ചോദിച്ചു, വലാന്ത യാ റസൂലല്ലാഹ്, നിങ്ങൾ പ്രവേശിക്കൂല നബിയെ? ഞാനും പ്രവേശിക്കാൻ പോകുന്നില്ല. ഇല്ലാ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിനല്ലാഹ്, അല്ലാഹുവിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു കാരുണ്യം എന്നിൽ വർഷിച്ചാലല്ലാതെ, ആ കാരുണ്യം കൊണ്ട് എന്നെ മൂടിയാലല്ലാതെ എനിക്കും പ്രവേശനമില്ല. അതുകൊണ്ട് അമലുകൾ ചെയ്ത് സ്വർഗ്ഗത്തിൽ പോവാന്നുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ വേണ്ട എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കാരണം അമൽ എത്രത്തോളം സ്വീകാര്യമാണ് എന്ന് നമുക്കറിയില്ല. ഈ ഒരു ഭക്തിയിൽ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങേണ്ട ഭക്താണ്. റഹ്മത്ത് കഴിഞ്ഞ് ഇനി മഗ്ഫിറത്ത് നേടിയെടുക്കണം. പടച്ചവനിൽ നിന്ന് അല്ലാഹുവിന്റെ പാപമോചനം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. പാപമോചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണം, തഅയിബു മിനദ് ദംബി കമൻ ലാ ദംബ ലഹു. ഒരു പാപത്തിൽ നിന്ന്, ഒരു തെറ്റിൽ നിന്ന് അള്ളാഹുവിനോട് കേണപേക്ഷിക്കുന്ന ആൾ, പഠിച്ചവനെ ഞാൻ ചെയ്ത തെറ്റുകൾ ഒരുപാട് ചെയ്തു പോയിട്ടുണ്ട്, ഇനി ഒരുപാട് പോരായ്മകൾ വന്നു പോയിട്ടുണ്ട്, എനിക്ക് പുറത്തു തരണേ എന്ന് ചോദിക്കുന്ന ആൾ അമല്ലാതമ്പല്ല, അവൻ ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെയാണെന്ന് ഹബീബാറ്റങ്ങൾ പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പഠിച്ചവനോട് കേണപേക്ഷിക്കുന്നതാണ് പഠിച്ചവൻ ഏറ്റവും ഇഷ്ടം. തൗബ ചെയ്യുന്നതാണ് അല്ലാഹു തആല ഏറ്റവും ഇഷ്ടപ്പെടുന്നത്. ഇന്നല്ലാഹു യുഹിബ്ബു തൗവാബീന വയുഹിബ്ബുൽ മുതത്തഹിരീൻ. പഠിച്ചവന് ഇഷ്ടം തന്നെ അല്ലാഹുവിനോട് തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് ഖേദിച്ചുകൊടുക്കുന്ന ആളുകളാണ്. തൗബ ചെയ്യുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങാൻ ഒരുപാട് ദിക്റുകളുണ്ട്, ഇസ്തിഗ്ഫാറുകളുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് നമ്മളിൽ നിന്ന് ഒരു അനാവശ്യ കാര്യം വന്നു പോയാൽ, ഒരു സംസാരം വന്നു പോയാൽ, ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് വന്നു പോയാൽ ഉടനെ പറയേണ്ട തൗബന്റെ വാക്കാണ്, ചെറിയ തൗബയാണ് ഇസ്തിഗ്ഫാർ. പഠിച്ചവനെ പറ്റിപ്പോയി, ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് പറഞ്ഞുപോയി, അല്ലെങ്കിൽ ഒരു ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് നോക്കിപ്പോയി, അല്ലാഹു ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തിലേക്ക് കണ്ണ് ചലിച്ചുപോയി, മുഖത്ത് തരണേ എന്ന് പറയും. അത് ഏറ്റവും ചെറിയ പാപമോചനമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു വലിയൊരു പാപമോചനമുണ്ട്, വലിയൊരു ഇസ്തിഗ്ഫാറുണ്ട്. ഇസ്തിഗ്ഫാറുകളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ സയ്യിദ് എന്നറിയപ്പെടുന്ന ഒരു സയ്യിദുൽ ഇസ്തിഗ്ഫാറുണ്ട്. ആ ഇസ്തിഗ്ഫാർ പതിവാക്കിയാൽ കിട്ടുന്ന മഹത്വം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്. മൻ ഖാല ഫിന്നഹാരി ثم مات قبل أن يمسي فهو من أهل الجنة. ആരെങ്കിലും ആ ഒരു ഇസ്തിഗ്ഫാർ, സയ്യിദുൽ ഇസ്തിഗ്ഫാറിനെ പതിവാക്കുകയാണെങ്കിൽ, ഇപ്പോ രാവിലെ പതിവാക്കുകയാണെങ്കിൽ, അങ്ങനെ അവൻ പതിവാക്കി വൈകുന്നേരം ആകുന്നതിന് മുമ്പ് അവൻ മരിക്കുകയും ചെയ്താൽ ഫഹു മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിന്റെ അധികാരിപ്പെട്ടവനാണെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. തങ്ങൾ നേരെ നമുക്ക് പറഞ്ഞ ഇസ്തിഗ്ഫാറാണ്. അത് ഇസ്തിഗ്ഫാർ കൊണ്ട് തന്നെ ഏറ്റവും വലിയ നേതാവാണ്. അതിന് വലിയ നേതാവില്ല എന്ന് പറഞ്ഞാൽ അത് പറയുമ്പോൾ നമ്മുടെ പാപങ്ങളൊക്കെ പുറക്കാൻ അത് മതിയാകും. അങ്ങനെ ഒരാൾ ചൊല്ലിക്കൊണ്ട് അന്നത്തെ ദിവസത്തിന്റെ വൈകുന്നേരം മുമ്പ് ഒരാൾ മരിച്ചുപോയാൽ നമുക്ക് സ്വർഗം ഉറക്കുന്നു. ആരെങ്കിലും അത് രാത്രിയിൽ പറയുകയാണെങ്കിൽ അവൻ രാവിലെ ആകുന്നതിന് മുമ്പ് മരിക്കുകയും ചെയ്തു, എന്നാൽ എന്നാലും അവന് സ്വർഗത്തിന്റെ അംഗീകാരമാണ്. രാവിലെ വൈകുന്നേരം പതിവാക്കേണ്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്ന സ്വഹീഹായ ഹദീസാണ്. അങ്ങനെ ചെയ്താൽ, അങ്ങനെ മരിച്ചാൽ അവൻ സ്വർഗത്തിന്റെ അംഗീകാരനാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരുപാട് സംഭവിക്കുന്നുണ്ട്. ഇന്നലെ ഒരാളുടെ പട്ടോളയിൽ ഭാഗത്ത് അപ്പുറത്തായി മരിച്ചു. ബക്കർ മാസ്റ്റർ എന്ന ഒരു വൈകല്യം കാലിന് പ്രയാസമുള്ള ഒരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യനാണ്, ആദിസ്മയുടെ വർക്ക് ചെയ്യുന്ന മനുഷ്യനാണ്. ഒന്നുമില്ലാതെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ എത്തി മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളൊക്കെ റേഞ്ചുകളിലൊക്കെ ഉണ്ടായിരുന്ന ഉസ്താദാണ്, അല്ലാതെ വയ്യാതെ എന്നാലും ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യുന്ന മനുഷ്യൻ, ആരും നടക്കാൻ കഴിയാത്ത മനുഷ്യൻ, പക്ഷേ കാണുകയോ പുഞ്ചിരിക്കുന്ന മനുഷ്യനാണ്.
ഇന്നലെ രാത്രിയോട് മരിച്ചു എന്ന് വാർത്ത കേട്ടു. വല്ലാത്ത വിഷമമാണ്. കാരണം ആ രീതിയിലൂടെയൊക്കെ വരാറുണ്ട്. ഓഫീസിലെ പോകുന്ന സമയത്തോടൊക്കെ കയറി ബാത്റൂമിൽ കയറി മുദ്രയിക്കുന്ന സന്ദർഭം കാണാൻ സാധിക്കാറുണ്ട്. സമയത്തൊക്കെ ഉച്ചരിച്ചുകൊണ്ട് നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. മുതൽക്കുമാറാകട്ടെ. ആരെങ്കിലും ഇത് ശല്യാൽ അവർക്ക് സ്വർഗം ഉറപ്പാണെന്ന് പറഞ്ഞ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ അദ്ദേഹം കാണാതെ പഠിക്കാൻ ശ്രമിക്കണം. ആ ഇസ്തിഗ്ഫാർ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിക്കുകയാണെങ്കിൽ ഉറപ്പാണ്, സ്വർഗം ഉറപ്പാണെന്ന് കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت. ചെറിയ ദിക്റാണ്. അതുകൊണ്ടാണ് സയ്യിദായ ഇസ്തിഗ്ഫാറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നേതാവാണെങ്കിൽ ആ രീതിയിലാവണല്ലോ. കാരണം ആ ഒരു ദിക്റിൽ, ആ ഒരു ഇസ്തിഗ്ഫാറത്തിൽ, ആ ഒരു പാപമോചനത്തിന്റെ നേട്ടത്തിൽ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നുണ്ട്. പഠിച്ചവനോട് പറയേണ്ട രീതിയിലാണ് ആ ദിക്ർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് പറഞ്ഞാൽ ആ ഇസ്തിഗ്ഫാർ ആരെങ്കിലും രാവിലെ ശരിയാൽ വൈകുന്നേരം ശരിയാൽ അവൻ സ്വർഗം ഉറപ്പാണെന്ന് തിരിക്കുകയാണെങ്കിൽ അല്ലാഹു അതിനെ പതിവാക്കാനും പഠിക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. اللهم أنت ربي لا إله إلا أنت. അല്ലാഹുവേ, നീ അല്ലാതെ ഒരു ഇലാഹില്ല. നീയാണ് എന്റെ റബ്ബ്. ഖലഖതനി, നീയാണ് എന്നെ സൃഷ്ടിച്ചത്. വഅന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ്. വഅന അലാ അഹ്ദിക വവഅദിക, നീ പറഞ്ഞതുപോലെയാണ് ഞാൻ അനുസരിക്കുന്നത്. നിന്റെ കരാർ അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. ആ ഒരു കയണപേക്ഷയാണ്. അല്ലാഹുവിനോട് അടിമയായിക്കൊണ്ട് ചോദിക്കാൻ പോവുകയാണ്. നീ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കരാറുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പരമാവധി ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പഠിച്ചവനെ എനിക്ക് കൈ